ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിപ്പോൾ അതേ ഓച്ചിറയിൽ വന്നിരിക്കുകയാണ്. ഓച്ചിറയിൽ കർക്കിടകം വലിയ വിശേഷമാണ്, രാമായണ മാസം. ഞാനും നമ്മുടെ രമ്യ ചേച്ചിയും ചേർന്നിട്ടാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഓച്ചിറയിൽ ഇത്രയും വിപുലമായ രാമായണ മാസാചരണം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്തവണയാണ് എനിക്കത് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ വരെ വരാൻ തോന്നി. അങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ രാമായണ കഥ പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു. അത് കുറേ സമയം നമ്മൾ കേട്ട് നിന്നു. പിന്നെ ഇവിടെ തൊഴുതേ ഒരു പ്രസാദം, ഈ ഒരു മണ്ണ് പ്രസാദമായിട്ട് എടുത്ത് നെറ്റിയിൽ തൊടുന്ന ഒരു കാര്യം ഞാനിതിന് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓച്ചിറയെക്കുറിച്ച്. കുറച്ചുകൂടെ ഓച്ചിറയുടെ കഥകളും കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ, ഇഷ്ടമാണെങ്കിൽ ഇത്തരം വീഡിയോകളൊക്കെ. ഇത് നമ്മളീ കാണുന്നത് മനുഷ്യരൂപങ്ങൾ, കുട്ടികളുടെ രൂപം, സ്ത്രീ പുരുഷ രൂപം, അങ്ങനെ രൂപങ്ങൾ, നമ്മുടെ ശരീരാവയവങ്ങളുടെ രൂപം, അതായത് കൈ, കാല്, തല. ഇത് അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വാങ്ങി അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വഴിപാട് ഇവിടെയുണ്ട്. ജാതി മത ഭേദമന്യേ ഒരുപാട് വിശ്വാസികൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഓച്ചിറ. 2 ആൽത്തറകളും ഏതാനും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ഒരു ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ ആവിർഭാവം അജ്ഞാതമാണെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ പലതരത്തിലുള്ള ഐതിഹ്യ കഥകളുണ്ട്. ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു ഇതെന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ഇവിടുത്തെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായിട്ടുള്ള 2 ആൽത്തറകളുണ്ടല്ലോ, അത് രണ്ടും പണി കഴിപ്പിച്ചത് വേലുത്തമ്പി ദളവയാണ്. അപ്പോൾ അതൊക്കെയാണ് ഓച്ചിറയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ രാമായണത്തിൻ്റെ ഈ പ്രഭാഷണം നമ്മൾ കുറേ സമയം അവിടെ നിന്ന് കേട്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ വലിയ തിരക്കായിരുന്നു. വളരെ നീളമുള്ള ക്യൂ കണ്ടിട്ട് നമുക്ക് ഹരിപ്പാട് വരെ എത്തണമല്ലോ. അതുകൊണ്ട് നമ്മളൊരു ചേച്ചിയോട് ചോദിച്ചിട്ട് നിങ്ങളുടെ കൂടെ നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മളവിടെ കയറി നിന്ന് ഗൈസ്. പക്ഷേ ബാക്കിലോട്ട് നിന്നവർ ഒരുപാട് ചീത്ത പറഞ്ഞു, ഒരുപാട് നേരം ഞങ്ങളെ വഴക്ക് പറഞ്ഞു. അത് വലിയ വിഷമമായിപ്പോയി. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്, നമ്മളങ്ങനെ കയറി നിൽക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ നമ്മുടെ അവസ്ഥ അതായിരുന്നു. അങ്ങനെ പക്ഷേ എന്നാലും ക്യൂ ഒക്കെ നിന്ന് വന്ന് നമുക്ക് ഭക്ഷണം കിട്ടി. നല്ല ഫുഡായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഓച്ചിറയുടെ വിശേഷങ്ങൾ. സാധിക്കുന്നവരെല്ലാം ഈ രാമായണ മാസത്തിൽ ഒരു ദിവസം ഓച്ചിറയിലേക്ക് വരണം. ഈ രാമായണ മാസാചരണത്തിൽ പങ്കെടുക്കണം. പ്രഭാഷണമൊക്കെ കേട്ട് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി മടങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് വേണ്ടി വീഡിയോ കാണാൻ കുറച്ച് സമയം മാറ്റിവെച്ചതിന് താങ്ക് യു ഫോർ വാച്ചിങ്.